യൂട്യൂബർ മണവാളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ അറസ്റ്റെല്ലായിരുന്നു. ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭയങ്കര മാസമായിട്ട് കൈയൊക്കെ കാണിച്ച് ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് പോലീസുകാരെ തരം താഴ്ത്തുന്ന രീതിയിലൊക്കെയായിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ്റെ പേരിലുള്ള കേസ് പലർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയാം. എന്തെന്ന് പറഞ്ഞാൽ 9 മാസമൊക്കെ മുമ്പുള്ളൊരു കേസാണ്. പുള്ളിക്കാരൻ എന്തുകൊണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ചിരുന്നു. അത് ചോദ്യം ചെയ്ത പിള്ളേർ ഒരു സ്കൂൾ പരിസരത്ത് വെച്ച് പിള്ളേരെന്ത് ചോദ്യം ചെയ്തു. അതിനുണ്ടെങ്കിൽ ഈ കുട്ടികളെ എന്ത് ചെയ്യുന്നു, കാറ് കൊണ്ട് ചെന്ന് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കേസ്. അതിനുശേഷം ഒരു 9 മാസത്തോളം ഒളിവിലായിരുന്നു, അങ്ങ് തമിഴ്നാട്ടിലായിരുന്നു. അതിനുശേഷം പോലീസ് അവിടെ ചെന്ന് പൊക്കുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് പൊക്കിയ സമയത്ത് എല്ലാം കൊണ്ടുവന്ന് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം നല്ലതായിരുന്നു, അതുകൊണ്ടാണ് അവിടെ പോയി നിന്നതെന്ന് ഉള്ള കാര്യങ്ങൾ പോലീസിനെ ഭയങ്കരമായിട്ട് കൊച്ചായിട്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പം ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, കോടതിയിൽ ഹാജരാക്കി ഇപ്പം റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ആയതിനു ശേഷം മണവാളം ഭയങ്കര നല്ല രീതിയിൽ പെരുമാറിയെന്ന് വെച്ചാൽ ഇല്ല, ഭയങ്കരമായിട്ട് പോലീസുകാരെ കൊച്ചാക്കുന്ന രീതിയൊക്കെ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് അതെന്ത് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായി ജയിലിൽ ആയ സമയത്ത് 12 തടവുകാരുള്ള കൂട്ടത്തിലാണ് അദ്ദേഹത്തിനെ ഇട്ടത്. അവിടെ വെച്ച് തടവുകാരൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരൻ്റെ മുടിയൊന്നും അത്ര എന്തോ വലിയ ശരിയല്ല, വെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് വെട്ടിക്കുക. അതിൽ ഭയങ്കരമായിട്ട് മനംനൊന്ന് എന്ത് ചെയ്ത് പുള്ളിക്കാരന് എന്താ പറയുക, മാനസികമായിട്ടുള്ള ആശുപത്രിയിൽ എത്തിക്കുക. അവിടുന്ന് പിന്നെ ഒട്ടും തീരെ വയ്യ, അത് ആശുപത്രിയിൽ എത്തിക്കുക. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ആ ഒരു കേസ് വന്ന സമയത്ത് പോലീസിൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അല്ലാതെ അവരെ കളിയാക്കിയ രീതിയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണെന്ന് തോന്നി. ഇവരെ പോലുള്ളവരാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർക്കൊക്കെ ഭയങ്കര മോശമായിട്ട് പേരുണ്ടാക്കി കൊടുക്കുന്നത്. കാരണം നല്ലോണം ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഇവരെ പോലുള്ളവരൊക്കെ മോശമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഭയങ്കര മോശം പേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെയൊക്കെ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം, അതിലൊരു കാര്യമില്ല. കാരണം ഇവരെ പോലുള്ള ജാടയൊക്കെ കാണിച്ച് കുറച്ച് പൈസയും ഫേമസും ഒക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര ജാടയൊക്കെ ഇവരെ പോലുള്ളവർക്ക്. അത് മാറാൻ നല്ലതാണ്.